Oh, Ashmi, these are people. ഫാന്റാസ്റ്റിക് എന്നല്ല, ഇത് എനിക്കൊന്ന് വട്ടിയൂർക്കാവിൽ നിന്നുള്ള ദൃശ്യമാണെന്നാണ് തോന്നുന്നത്. ഡ്രോൺ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. വട്ടിയൂർക്കാവിന്റെ ആകെ പേരൂർക്കടയിൽ എന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ കൊട്ടിക്കലാശം ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കലാശങ്ങളെയും കടന്നു പോകുന്ന ഒരു കൊട്ടിക്കലാശം നമ്മൾ സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ നിന്ന് വിവിധ മുന്നണികളുടെ പ്രവർത്തകർ 3 വഴികൾ ഇഴചേരുന്ന അതേ സംഗമ സ്ഥലത്ത് പെരൂക്കടയിൽ കാണിക്കുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ നമുക്ക് ക്യാമറാമാൻ ഇനി കുറച്ച് താഴേക്ക് ഇറങ്ങാൻ, നമ്മൾ ആകാശത്ത് നിന്ന് താഴെ വീണു പോവും, താഴേക്ക് ഇറങ്ങിക്കോളൂ പതുക്കെ അങ്ങനെ ത്രികോണാകൃതിയിലുള്ള പേരൂർക്കടയുടെ ആകാശ കാഴ്ചകൾ പ്രേക്ഷകർ കാണുകയാണ്. താഴെ പൂഴിവാരിയിട്ട വീഴാത്ത പോലെ ആളുകൾ തടിച്ചുകൂടുന്നു. എല്ലാ പാർട്ടി BJP, CPM, കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെയുണ്ട്. ആവേശം ഉച്ചസ്ഥായിലേക്ക് പരകോടിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മളവിടെ കാണുകയാണ്. ആകാശ ദൃശ്യങ്ങളിൽ ഏത് ആകാശ ബലൂൺ ഏറ്റവും ഉയരത്തിൽ എന്ന മത്സരം, അത് ശ്രീരേഖയുടെ ബലൂണാണോ, അത് കെ മുരളീധരന്റെ ബലൂണാണോ, VK പ്രശാന്തിന്റെ ബലൂണാണോ, അങ്ങനെ ബലൂണുകൾ, ആകാശ ബലൂണുകൾ ആകാശത്തേക്ക് ഉയരുന്നു. ക്രെയിനുകൾ ഉയരുന്നു. അവിടെ ചോരച്ചങ്കടി മാറുന്നു, അവിടെ ത്രിവർണ്ണ പതാക മാറുന്നു, അവിടെ കാവി പതാക മാറുന്നു. ആരവം എങ്ങും ആവേശം അലതല്ലുന്നു. പ്രിയപ്പെട്ടവരെ, അടിച്ചു കയറി വാ മക്കളെ. മാത്രമല്ല, ക്രെയിനുകൾ വെച്ചിട്ടാണ് ഇന്ന് ആകാശത്തേക്ക് സ്ഥാനാർത്ഥികൾ ഉയരും അല്ലെ. നമ്മുടെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ ക്രെയിനിന്റെ മണ്ടയിൽ കയറി ഒരു ദൃശ്യം എന്റെ മനസ്സിൽ ക്രെയിനുകൾ കയറി സ്ഥാനാർത്ഥികളെ ഉയർത്തി തുടങ്ങിയ ആ കലാരൂപം തുടങ്ങി വെച്ച പേരൂർക്കടയാണ്. ഫസ്റ്റ് പേരൂർക്കടയായിരുന്നു ആദ്യം തുടങ്ങി വെച്ച BJP ആണ്. അതിനുശേഷം പിന്നെ ക്രെയിനുകൾ, JCBകൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിൽക്കുന്നു സ്ഥാനാർത്ഥികൾ. VD സതീശനും ടൈസൺ മാസ്റ്ററും നേരിട്ട് ഏറ്റുമുട്ടുന്ന പറവൂരിന്റെ മണ്ഡലത്തിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണുന്നത്. 6 മണി വരെ ഈ കൊട്ടിക്കലാശം പോകും. ഈ കലാശക്കൊട്ട് ഒരുപക്ഷെ ആടിപ്പാടി താളനിബദ്ധമായി നടക്കുന്ന ആവേശക്കൊട്ട് പറവൂരിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ ആരാണ് അലകടലോളം ഈ ആവേശം നൽകുന്നത് അതൊന്നും ചിലപ്പോൾ വോട്ടർമാരെ സ്വാധീനിച്ചെന്ന് കഴിയില്ല. പക്ഷേ അതേസമയം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂരും ആവേശവും എന്താണെന്ന് പ്രകടമാക്കുന്ന ദൃശ്യമാണ് പറവൂരിൽ നിന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അമ്മമാരും സഹോദരിമാരും ഒക്കെ കളത്തിലിറങ്ങി അവര് ശരിക്കും അതിനിടയ്ക്ക് ഈ വിശറി വെച്ച് വീശാനും അവര് തത്രപ്പെടുന്നുണ്ട്. അത്ര ചൂടാണ്. വൈകുന്നേരം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സൂര്യൻ പടിഞ്ഞാറേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒരുപക്ഷെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കലാശപ്പോര് അവസാനിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഈ പേരൂർക്കട തന്നെയാണ്. ഒരേ ഒരു പേരൂർക്കട മാത്രമല്ല, ഇത് ആറന്മുള ചുമക്കുന്നോ, ആറന്മുള അല്ലേ, ആരാണ് അവിടുത്തെ ആറന്മുളയിൽ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നുള്ള കാഴ്ച പ്രേക്ഷകർ കാണുന്നു. അപ്പുറത്ത് കോൺഗ്രസ് ക്യാമ്പ്. പക്ഷേ അബിൻ വർക്കി അവിടെ ആ കലാശങ്ങളിൽ പങ്കെടുക്കുന്നില്ല. അബിൻ വർക്കി നേരത്തെ ഈ പറഞ്ഞ കേരളത്തിൽ പ്രളയം ഉണ്ടാവാൻ കാരണം അത് അഴിമതിയാണ് എന്നുള്ള ഈ പറഞ്ഞ വെളിപ്പെടുത്തലൊക്കെ വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ കുത്തിയിരുന്ന പ്രതിഷേധത്തിലാണ് അബിൻ വർക്കി. പക്ഷേ ഏതെങ്കിലും തരത്തിൽ UDF ക്യാമ്പിന് ആവശ്യത്തിന് കുറവില്ല. ഡാൻസ് തുടരുകയാണ് അവിടെ. ആകാശത്തെ കൈകൾ ഉയർത്തി പൂരത്തിന് അവിടെ ഇലഞ്ഞിമരത്തോട്ടിൽ നടക്കുന്ന പഞ്ചവാദ്യത്തിന് താളം പിടിക്കുമ്പോൾ ആകാശത്തെ കൈകൾ ഉയർത്തി അവിടെ പഞ്ചവാദ്യ താളം പിടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചെണ്ട, ഡോലക്ക്, ബാൻഡ് എന്ന് വേണ്ട സകലമാന സംഗീതോപകരണങ്ങളും തെരുവിൽ നിറയുന്നു. തെരുവിൽ നൃത്തം അറിയുന്നവരും അറിയാത്തവരും നൃത്തം കളിക്കുന്നു. ആന ചെവിയായിട്ട് നിൽക്കുകയാണ് അവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ഒറിജിനൽ ആനയല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആനയാണ്. അതിനെ കണ്ട് ആരും അത് ശരിക്കും കരുവീനാണ്, തെറ്റിദ്ധരിക്കല്ലേ. അത് ഒറിജിനൽ ആനയല്ല. എന്നാലും അവിടെ കൈകൊട്ടിക്കളി സംഭവിക്കാം. അപ്പോ ചില പ്രേക്ഷകർ പറയുന്നു കോഴിക്കോട് കാണിക്കൂ, മലപ്പുറം കാണിക്കൂ, എല്ലാ സ്ഥലവും കാണിക്കാം. നമ്മുടെ ക്യാമറാമാൻമാർ ഓടി നടക്കുകയാണ്. അവിടെയൊക്കെ ആളുകൾ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണിച്ചു തരാം. 6 സ്ക്രീനിലായി നിങ്ങളിപ്പോൾ കാണുന്നത് 6 ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 6 ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എന്തായാലും ഇതിന്റെ ദൃശ്യം പരമാവധി ഒരു ക്യാമറ സാധ്യതയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുക്കും. നമ്മുടെ ആർമി മുഴുവൻ ഗ്രൗണ്ടിൽ സജ്ജമാണ്. പേരൂർക്കട ആകാശം, വണ്ണാനുള്ളി പേരൂർക്കട ആവേശത്തെ കവച്ചു വെക്കാൻ മറ്റൊരു സ്ഥലത്തെയും ആവേശം ഇതിനോടകം വന്നിട്ടില്ല. പേരൂർക്കടയ്ക്ക് ആ സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത്രയും വിശാലമായ സ്ഥലമാണ്. ഓരോ മുന്നണികൾക്കും അലോട്ട് ചെയ്ത പ്രത്യേക സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് വളരെ അച്ചടക്കത്തോടെ, അതേസമയം തന്നെ ആവേശം അതിരുവിടാതെ, എന്നാൽ ആവേശത്തിന്റെ അവിടെ കട്ടക്കാട്ട് ആറന്മുളയിൽ ഇതാണ്. ആറന്മുളയിൽ അവിടെ ത്രിവർണ്ണ പതാക, ഇപ്പുറത്ത് ചെങ്കൊടി, അപ്പുറത്ത് കാവ് പതാക, അങ്ങനെ കലാശം കസർന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണുന്നു. ഇത് കേരളത്തിന്റെ മാത്രം കാഴ്ച.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.